വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തേത് ഒരു അടിപൊളി റെസിപ്പിയാണ്. മലയാളികളെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല പൂ പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചിലരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കല്ല് പോലെ ഇരിക്കുന്ന ഇഡ്ഡലി, അല്ലെങ്കിൽ ബാറ്റർ പൊങ്ങി വരുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, ബാറ്റർ ലൂസായിപ്പോയി, അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അതെടുത്തോട്ടാ. പിന്നെ അതേ കപ്പിന് തന്നെ 1 കപ്പ് ഉഴുന്ന്, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 3:1 റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 3-4 മണിക്കൂർ നന്നായി കഴുകി കുതിർത്തെടുത്ത വെള്ളം കളയണ്ട. ആ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് 3/4 കപ്പ് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. നല്ല ലൂസായി പോകണ്ട. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അരിയുടെ ലെവലിക്ക് നിർത്തിയിട്ട് വേണം അരക്കാൻ. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരിയുടെ അതേ ലെവലിക്ക് വേണം വെള്ളം നിൽക്കാൻ. എന്നിട്ട് അരച്ചെടുക്കുക. നിർത്തിയിട്ട് അരക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലാണ് പിറ്റേ ദിവസം വരിക. ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല നമ്മളിങ്ങനെ മാവ് എടുക്കുമ്പോൾ ഇങ്ങനെ കട്ടായി വരണം. അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതുപോലെ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ട് വേണം വരാൻ. ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഇഡ്ഡലിയുടെ മാവ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി സ്റ്റീമർ ചൂടാക്കിയെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശെ മാവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉഴുന്നെടുക്കുമ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്പ്ലിറ്റായിട്ട് എടുക്കുന്നതിനായി നല്ലത് മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ചോറെടുക്കുന്നത് മട്ട അരിയുടെ ചോറാണെങ്കിൽ അത് 1/2 കപ്പ് എടുത്താൽ മതി. 3 കപ്പ് അരിക്ക് 1/2 കപ്പ് എടുത്താൽ മതി. അതല്ല നമ്മൾ സാധാരണ ഉള്ള ചോറാണെങ്കിൽ, വെള്ള റൈസാണെങ്കിൽ അത് 3/4 കപ്പ് എടുത്തോട്ടാ. അത് മട്ട അരിയുടെ എന്ന് പറഞ്ഞാൽ അത് സ്റ്റിക്കിനെസ് കുറച്ച് കൂടുതലാവും. അപ്പോൾ ഇഡ്ഡലി പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ വെള്ള അരി ആണെങ്കിൽ 3/4 കപ്പും മട്ട അരിയാണെങ്കിൽ ഇപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ വെന്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പൂ പോലുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എല്ലാവരും കാണുന്നത്. അധികം വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യുക, കാർട്ടിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സ്നാക്സിൻ്റെയും റൈസിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും എല്ലാ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇതിന് മുന്നേ. ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഇനി ആരും ഇഡ്ഡലി റെഡി ആയിട്ടില്ല, കല്ല് പോലെ ആവുന്നു, അതുപോലെ തന്നെ ബാറ്റർ ലൂസായിപ്പോയി, ബാറ്റർ ശരിയാവുന്നില്ല, ഇങ്ങനെയൊന്നും പറയണ്ട. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഉഴുന്നെടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ അളവിൽ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കൂലേ, അപ്പോൾ നമ്മൾ കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കുക, പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കൂലേ, അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തു ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി ഫെർമെൻ്റ് ആയിട്ട് വരും. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.